വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഡ്രസ്സസ് തന്നെയാണ് കേട്ടോ. ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കോട്ട് സെറ്റ് കളക്ഷൻസ് ആണ്. അത് കുർത്തീസിൽ വരുന്ന കോട്ട് സെറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂത്തി വിത്ത് പാൻസ്, ഇങ്ങനെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, കാഷ്വൽ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓഫീസ് വെയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തായാലും ഓഫീസ് വെയർ മാത്രമല്ല, കോളേജ് വെയർ ആയിട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി റെഗുലർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൂത്തി വിത്ത് പാൻസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു കോട്ട് സെറ്റ് കളക്ഷൻ ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മൾട്ടി കളറിൽ വരുന്ന ഒരു കൂത്തി കളക്ഷൻ ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട്, ഇതിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ ഒരൊറ്റ കളർ പാറ്റേണിൽ വരുന്ന ഒരു കോട്ട് സെറ്റ് കളക്ഷൻ. മെറ്റീരിയൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വിസ്കോസ് റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ സ്റ്റെയിൽ ചെയ്തിട്ടുള്ളത് ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എങ്ങനെയുണ്ട് സ്റ്റെയിൽ ചെയ്യുമ്പോൾ എന്നുള്ളതൊക്കെ കേട്ടോ. ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂവിൽ ഒരു വി നെക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഈ ഒരു ഡിസൈനാണ്, ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കൂത്തിയും അതുപോലെ തന്നെ പാൻസും പോയിട്ടുള്ളത്. വേറെ ഒരു വർക്കും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് നമുക്ക് ഈ ഒരു കൂത്തി കിട്ടിയിട്ടുള്ളത്. സ്ലിറ്റഡ് ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിസ്കോസ് റയോൺ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ലൂസിൽ നമ്മൾ സ്റ്റൈൽ ചെയ്താലും, ഇനിയിപ്പോൾ മീഡിയം സൈസോ ലാർജ് സൈസോ, എനിക്ക് മീഡിയം സൈസ് ആണ്. ബോഡി ഫിറ്റോട് കൂടിയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്മോൾ സൈസ് പർച്ചേസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ മീഡിയം സൈസ് ആണ് എടുക്കുക. അതാവുമ്പോൾ കുറച്ചുകൂടെ ലൂസിൽ കിടക്കും. പക്ഷെ വിസ്കോസ് റയോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മളത് എത്ര ലൂസിൽ ഇട്ടാലും നമ്മുടെ ബോഡി ഹഗ്ഗോട് കൂടി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഒരു കുഴഞ്ഞു കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇടാൻ ഭയങ്കര സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷേ നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങാനും ഒന്ന് കയറാനും ചാൻസ് ഉള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് വിസ്കോസ് റയോൺ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത എന്താ പറയുക സൈസോട് കൂടിയിട്ടൊക്കെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഞാൻ എന്തായാലും ബോഡി ഫിറ്റോട് കൂടി കിടക്കുന്ന സൈസ് അല്ല, എൻ്റെ കറക്റ്റ് സൈസ് അല്ല ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പൊടിക്ക് കൂടിയ സൈസ്, മീഡിയം സൈസ്. ഞാൻ നോർമലി എല്ലാ പ്രാവശ്യവും ഒരു പൊടിക്ക് കൂടിയ സൈസ് നോക്കിയിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യുക. ഓവർ സൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും മീഡിയം സൈസ് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെയുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം റീയൂസ് ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ലാണ്ട് തരക്കേടില്ലാണ്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ദെൻ 3/4 സ്ലീവ് ആണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് സ്ലീവ് ചെറുതായിട്ടൊന്ന് പിടിക്കേണ്ട വന്നിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ദെൻ നമുക്ക് പാൻസ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല കേട്ടോ. നോർമൽ ഒരു പാൻസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ രീതിയിൽ ഫ്ലൈയോടൊക്കെ കൂടിയിട്ടുള്ള ഒരു പാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ സെയിം പാറ്റേണിലാണ് പാൻസ് വന്നിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നും പാൻസിനെ കുറിച്ച് നമുക്ക് പറയാനില്ല. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. രണ്ടും സെയിം കളർ കോമ്പിനേഷനിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെയും കളേഴ്സിലും ദെൻ വേറെയും പാറ്റേണിൽ അവൈലബിൾ ആണ്. ഈ സൈറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, XL, XXL, 4XL ഇത്രയും സൈസസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലാർജും XXLും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണുന്നത് കേട്ടോ. സ്മോൾ ഒന്നും അവൈലബിൾ അല്ല, മീഡിയം മുതലാണ് സ്റ്റാർട്ട്. മീഡിയം ടു 4XL വരെയാണ് സൈസസിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ദെൻ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വേറെയും പാറ്റേണിൽ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ്. വേറെയും പാറ്റേൺ ഡിസൈൻ വർക്ക് ഒക്കെ കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു കളക്ഷൻ ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസ്കോസ് റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ്. നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുറേ നാൾ മുമ്പാണ് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നല്ല കളക്ഷൻസ് തന്നെയാണ്. അപ്പോൾ വിസ്കോസ് റയോൺ തന്നെയാണ് ഫാബ്രിക്. നല്ല ലെങ്ത്തോട് കൂടി സെയിം ലെങ്ത്തോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കളക്ഷനാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ്.
അപ്പോൾ ഇത്തവണ ഞാൻ ഇതിൻ്റെ റെയിൻബോ കളറിൽ വന്നിട്ടുള്ളൊരു അത് ഞാൻ അന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ പെൻഡിങ്ങിൽ വെക്കുക ചെയ്തത്. എന്നിട്ട് ഇപ്പോഴാണ് എനിക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇതെനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 630 ഈ ഒരു കളക്ഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്. 630 ഇത് വേർത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തോടും നല്ല ഫ്ലയോഡോടും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ ഡിസൈൻ വൈസ് വേറെ ഒന്നും നമുക്ക് പറയാനില്ലെങ്കിലും സിമ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിലും നല്ലൊരു കളക്ഷൻ തന്നെയാണ്. പാൻസ് വിത്ത് കൂത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ 630 ഇത് വേർത്താണ് കേട്ടോ. എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു കോഡ് സെറ്റ് കളക്ഷൻ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് നമുക്കൊരു എയർലൈൻ ടൈപ്പിലൊക്കെ വരുന്ന ഒരു കളക്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലയർഡോടൊക്കെ കൂടിയിട്ടുള്ള ഫ്രണ്ട് കുറച്ച് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടൊക്കെയുള്ള ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള കോളർ നെക്ക്, ഒരു ഷർട്ട് കോളർ നെക്കിലൊക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു കോഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇത് പാൻസ് ആണ്. ദെൻ ഇതാണ് കൂത്തി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂത്തി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കളർ വൈസ് ഇതൊരു ക്രീം, യെല്ലോ, പിങ്ക്, പീച്ച്, ഓറഞ്ച് ഒക്കെ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ദെൻ നെക്ക് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഷർട്ട് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയോടൊക്കെ കൂടിയിട്ടുള്ളൊരു ഷർട്ട് കോളർ നെക്കാണ്. സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് എന്നുള്ളത്. ദെൻ നമുക്ക് ഷർട്ടിൻ്റെ തന്നെ ബട്ടൺസ് ഒക്കെ വരുന്ന പോലെ ഇത് ഓൾറെഡി ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഓപ്പൺ അല്ല, ഇവർ സ്റ്റിച്ചഡ് ആണ്, ഓൾറെഡി സ്റ്റിച്ചഡ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ട് ബട്ടൺസ് കൊടുത്തു എന്നുള്ളൂ. കാരണം ഷർട്ടിൻ്റെ ടൈപ്പിലാണ് നെക്ക് വന്നിട്ടുള്ളതല്ലോ, അതുകൊണ്ട് കേട്ടോ. ഈ ഒരു കൂത്തിയുടെ എൻഡ് പോർഷനിലായിട്ട് ഒരു സ്ലിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സെൻട്രൽ പോർഷനിൽ. ഓക്കെ, ദെൻ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയാൻ പറ്റുമോ അറിയില്ല, ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫ്രണ്ട് പോർഷൻ കയറിയിട്ടും ബാക്ക് സൈഡ് ഇറങ്ങിയിട്ടുമായിട്ടാണ് ഇതിന്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് സ്ലിറ്റഡ് അല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു എയർലൈൻ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇവിടെ സ്റ്റിച്ചഡ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഒരു പ്രിൻസസ് കട്ട് എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പിലാണ് ഇത് രണ്ട് പോർഷനിലും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ദെൻ ഒരു 3/4 സ്ലീവ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. ഇതിന്റെ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് റെഗുലർ ആയിട്ടോ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. പാൻസ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്. ഇതും വിസ്കോസ് റയോൺ ഫാബ്രിക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് നമുക്ക് പാൻസും കിട്ടിയിട്ടുള്ളത്. ഇലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ പോക്കറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ, രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല. റെഗുലർ ആയിട്ടുള്ള ഒരു നോർമൽ പാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ഫ്ലെയർഡോടൊക്കെ കൂടിയിട്ട്, ഓവർ ഫ്ലെയർ ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ റെഗുലർ പാൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു പാൻസ് വന്നിട്ടുള്ളത്. സെയിം ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു മാറ്റമുള്ള നല്ലൊരു കോഡ് സെറ്റ് കളക്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ, ഇത്രയും സൈസസ് ആണ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് എസ് സൈസ് മുതൽ സ്മോൾ സൈസ് മുതൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ സൈസസ് സ്മോൾ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ദെൻ മീഡിയം മുതൽ ട്രിപ്പിൾ എക്സൽ വരെ ഇപ്പം അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 618 ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 618 ഇത് വേർത്താണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാം, ഇതിന്റെ ലെങ്ത്ത് ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ എല്ലാ കളക്ഷൻ്റെയും ലെങ്ത്ത് ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കയറാനൊക്കെ ചാൻസ് ഉണ്ട്, ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങാനും ഒന്ന് കയറാനും ചാൻസ് ഉണ്ട്. വിസ്കോസ് റയോൺ ഫാബ്രിക്കിൻ്റെ കേട്ടോ, പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയണം, വിസ്കോസ് റയോൺ ഫാബ്രിക് ആണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നതും ദെൻ ഇതും. അപ്പോൾ ഒന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എത്രത്തോളം ലെങ്ത് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.1 ആണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഏകദേശം ഹൈറ്റിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ മനസ്സിലാവും എനിക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ലെങ്ത് കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടും ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമെങ്കിലും കുറച്ചുകൂടെ ഒന്ന് കയറും വാഷ് ഔട്ട് ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ തേർഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ലൈൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ഇതെന്ന് പറയുമ്പോൾ ഇതൊരു കോട്ടൺ ഫാബ്രിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക്, ആ ഒരു ഫാബ്രിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ദെൻ ഇതിൻ്റെ ലിങ്ക് കിട്ടാൻ ഇപ്പോൾ വഴിയില്ല കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു, ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് കയറി നോക്കിയിരുന്നു. പക്ഷെ ലിങ്ക് കിട്ടുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയുന്നില്ല. മീഷോയിലാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ കാണിക്കും. ഇതിലെന്തോ കാണിച്ചിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു എറർ കാണുന്നുണ്ട്, എനിക്ക് ലിങ്ക് കിട്ടുന്നില്ല. ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതലായിട്ട് പറയാൻ കിട്ടില്ല. ഞാനത് പർച്ചേസ് ചെയ്തതും ദെൻ ഇതിൻ്റെ ഫാബ്രിക്കും എന്താണെന്നുള്ളത് മാത്രമേ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. സൈസസ് ഒന്നും എനിക്ക് ഇതിൽ കാണുന്നില്ല, സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഈ കിട്ടിയിട്ടുള്ളത്. ഇതൊരു വി നെക്കിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് കേട്ടോ. ദെൻ വി നെക്കാണ്, കുറച്ച് കയറിയിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ. നല്ല വൈഡ് നെക്കൊന്നും അല്ല, കുറച്ച് കയറിയിട്ടുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, ഓഫീസ് വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ ബെറ്റർ ഓപ്ഷനാണ് ഇത്. ദെൻ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ വി ടൈപ്പിൽ തന്നെ അവരൊരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. ദെൻ സ്ലീവ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവ് ഒരു ഷോർട്ട് സ്ലീവാണ്. ഷോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഹാഫ് വരെ എത്തില്ല കേട്ടോ. ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഇത്രയ്ക്ക് ഉണ്ടായിരിക്കും നമ്മുടെ സ്ലീവ് വന്നിട്ട്. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒരു ഷോർട്ട് സ്ലീവാണ്, ഓവർ ഷോർട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടും അവർ ലേസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ ടോപ്പിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഒരു 3 ലൈനായിട്ട് ഇവിടെ അവർ ലേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ഈ ഒരു പാറ്റേണിലാണ് ഇവർ കട്ടിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ടോപ്പിൻ്റെ ഈ ഒരു പോർഷനിൽ. ദെൻ സ്ലിറ്റഡ് ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ഹാൻഡ്സ് വൈസ് ഇത് എനിക്ക് കുറച്ച്, ഈ ഒരു പോർഷൻ എനിക്ക് കുറച്ച് ലൂസാണ്. ഫ്രണ്ട് പോർഷൻ ഇലാസ്റ്റിക് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇഷ്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരവിടെ ഒരു സെപ്പറേറ്റ് കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. മീഡിയം സൈസ് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്, എനിക്ക് ലൂസാണ്. കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് ഈ വിഷയം വരില്ല. അതുപോലെ തന്നെ ഇവിടെ പോക്കറ്റ്സ് രണ്ട് സൈഡിലായിട്ടും ഇവർ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം പോർഷനിലായിട്ട് ലേസും കൊടുത്തിട്ടുണ്ട്. ലേസ് ഞാൻ കൂത്തിയിൽ കാണിച്ചിട്ടുള്ള സെയിം ലേസ് തന്നെയാണ്, 2 ലൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിലില്ല, ഫ്രണ്ട് പോർഷനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് പാൻസിന്റെ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എന്ന് പറയുന്നത് കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് തന്നെയാണ് ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത്. ദെൻ ഇത് 350 ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 350 കോട്ടൺ ഫാബ്രിക്കിൽ ഇതെന്ന് പറയുമ്പോൾ ലാഭം തന്നെയാണ്, നല്ല ലാഭമാണ് കേട്ടോ. നല്ല ലാഭത്തിലാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഓഫീസിലേക്കൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു കൂത്തി വിത്ത് പാൻസ് കളക്ഷനാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുക്കാം, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കളക്ഷനാണ് കേട്ടോ. കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ള ഒരു കോഡ് സെറ്റ് കളക്ഷനാണ്. ഇതെനിക്ക് പാളിപ്പോയൊരു കളക്ഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് തന്നെ കാണിച്ചത് കേട്ടോ. ഞാൻ ഫസ്റ്റിൽ തന്നെ കാണിക്കാറുണ്ട്, ഫസ്റ്റിൽ തന്നെ ഒരു നെഗറ്റീവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ലാസ്റ്റിലേക്ക് ആക്കിയത്. അതുകൊണ്ടാണ് ഇത്രയും കളക്ഷനിൽ എനിക്ക് ഫസ്റ്റ് ഡെലിവറി ആയത് ഈ ഒരു കളക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയെന്ന് പറയാം. എന്നെ ഫസ്റ്റ് എന്നെ ഡൗൺ ആക്കിയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. എനിക്ക് കൂടുതലും മീഷോനെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക പണി കിട്ടിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. മീഷോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ 4-5 പ്രാവശ്യമെങ്കിലും എനിക്ക് പണി കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു റേഞ്ചിലാണ് ഉദ്ദേശിച്ചത്. എന്താണെന്നറിയില്ല, ഫ്ലിപ്കാർട്ടിൽ എനിക്ക് പല പ്രാവശ്യം ഒന്നും സൈസിൻ്റെ ഇഷ്യൂയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡാമേജോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കളർ അങ്ങനെ തന്നെ മാറിക്കിട്ടുക, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഇതിലെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ പറഞ്ഞു വരുമ്പോൾ കാണിച്ചു തരാം. നല്ലൊരു കളക്ഷനാണ് കേട്ടോ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ള കളക്ഷൻ. പക്ഷേ കളർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കളറായിട്ട് ഈ ഒരു കളറായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു പീകോക്ക് കളറാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു പീകോക്ക് കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദെൻ ഇത് കളർ വൈസ് പോട്ടെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റൈൽ ചെയ്തപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ. ഞാൻ മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്തത്, സൈസ് എനിക്ക് കറക്റ്റ് തന്നെയാണ് കിട്ടിയത്. ദെൻ സ്ലീവ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ നല്ല പ്ലേറ്റോട് ചെറിയ രീതിയിൽ പ്ലേറ്റൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് സ്ലീവ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്ക് പോർഷൻ വി നെക്കാണ്, എനിക്ക് വി നെക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇവിടെ എന്തോ പശയൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കണ്ടോ, പശയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു നമ്മുടെ ഈ കൂത്തിയുടെ ഈ ഒരു ബോട്ടം പോർഷൻ ഇവിടെ ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കണം. നോക്കിയപ്പോൾ സംഭവം പശയായിരുന്നു.
ദെൻ പിന്നെ ഞാൻ സ്റ്റൈൽ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ട് തന്നെ വേറൊരു ഇതും കണ്ടത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാക്കിങ്ങിനിടയിൽ പറ്റിയതാണ് കേട്ടോ. പാക്കിങ്ങിനിടയിൽ മറ്റേ ആ ഒരു പാക്കിംഗ് കവർ ഉണ്ടല്ലോ, ആ കവറിൽ ഒരു ഇത് ഒട്ടിപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് ഞാൻ എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല, മാറ്റാൻ കുറച്ച് പ്രയാസമാണ്. നല്ലൊരു ഒട്ടിപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ പശ ഉണ്ട് കേട്ടോ, അതിലുകൊണ്ട് ഞാൻ മാറ്റാൻ നിന്നിട്ടില്ല. അത് ഞാൻ എന്തായാലും റിട്ടേൺ അയക്കുന്ന ഒരു മുതലാണ്. അതായത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതൊന്നും കൂടാതെ നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കളറൊക്കെ ഒരു ഷെയ്ഡായ പോലെ, ഒരു വൈറ്റ് കളറൊക്കെ പോലെ ഇങ്ങനെ കാണുന്നുണ്ടാവും ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാരെങ്കിലും യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തോ ഒരു കളറൊക്കെ അവിടെ ഇവിടെ ഷെയ്ഡായി. പിന്നെ വേറെ എവിടെയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ. സംഭവം അതർവൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെയുള്ള നല്ലൊരു സ്ലിറ്റോട് കൂടിയിട്ടുള്ള വിത്തൗട്ട് ലൈനിങ് ആണ്. നല്ലൊരു കളക്ഷനാണ്. ഫാബ്രിക് വൈസ് ഇത് ഓക്കെയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ് കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ദെൻ നമുക്ക് പാൻസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പാൻസ് ഫ്രണ്ട് പോർഷൻ, പാൻസ് ഒരു ചെറിയൊരു പാൻസ് ആണ് കേട്ടോ. ലെങ്ത് കുറവാണ്, ഒരു കയറി കിടക്കുന്ന ഒരു ടൈപ്പിലൊരു പാൻസ് ആണ്. അങ്ങനെ തന്നെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത് കേട്ടോ. പക്ഷെ സ്റ്റൈൽ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട് പോർഷൻ പ്ലെയിൻ ആണ്. ദെൻ ബാക്കിലാണ് ഇലാസ്റ്റിക് വന്നിട്ടുള്ളത് കേട്ടോ. കുഞ്ഞൊരു പാൻസ് ആണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഹൈറ്റിലുള്ള ആൾക്കാർ വരെ ഇത് യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഈ ഒരു കളക്ഷൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാൻസിൻ്റെ ലെങ്ത്ത് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 5.1 വരെ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇത് ഓക്കെ ആയിരിക്കും, ലെങ്ത്ത് വൈസ്. ഓക്കെ, അപ്പോൾ നോർമൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പാൻസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നും നമുക്ക് പിന്നെ ഇതിൽ പറയാനില്ല. പിന്നെ ഇതിൻ്റെ കളർ വൈസ് ആണ് എനിക്ക് കിട്ടിയതും പിക്ചറിൽ കണ്ടതും വേറെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 10 days റിട്ടേൺ പോളിസിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് XS മുതൽ XL വരെയുള്ള സൈസസ് ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കളർ നിങ്ങൾ നോക്കി വെച്ചോ. ഈ ഒരു കളർ ഒരു പീകോക്ക് കളറിലാണ് നമുക്ക് കിട്ടുക. ക്രേപ്പ് ഫാബ്രിക് ആണ്. ദെൻ ഇതെനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 449 കിട്ടിയിട്ടുള്ളത്. 449 വേർത്താണ്. പക്ഷേ ഇതിൻ്റെ ഡാമേജ് ഒഴിച്ച് ഓക്കെയാണ് കേട്ടോ. ഡാമേജ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ രീതിയിലുള്ള ഡാമേജ് ഒക്കെയാണ്. അത് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ മറ്റേ പശ കൊട്ടി ഇരുന്നിട്ടുള്ളൊരു ടൈപ്പ് എനിക്ക് ഓക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ റിട്ടേൺ അയക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഞാൻ ഇത്തവണ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് റെഗുലർ ആയിട്ടും കാഷ്വൽ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇന്നത്തെ വീഡിയോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്